റജബുൻ ഷഹ്റുള്ള, പവിത്രമായ ഈ മാസം അള്ളാഹുവിൻ്റെ മാസമല്ലേ? പ്രിയപ്പെട്ടവരെ, അവിടുത്തെ അടിമകളാകുന്ന നമ്മൾക്കൊക്കെയും ഈ മാസത്തിൽ എത്രയോ കടപ്പാടുണ്ട്. ഈ കണ്ണിൻ്റെ കാഴ്ചയും കാതിൻ്റെ കേൾവിയും ഇതൊക്കെ റബ്ബിൻ്റെ അനുഗ്രഹമല്ലേ? ആ റബ്ബിനു വേണ്ടി ധാരാളം ഇബാദത്തുകളിൽ ഏർപ്പെടാനും ധാരാളം ഖുർആൻ ഓതലുകളിലും സ്വലാത്തുകളിലൂടെയും മറ്റ് സൽക്കർമ്മങ്ങളിലൂടെയൊക്കെ ഈ മാസത്തിന് നമ്മൾക്ക് ധന്യമാക്കാൻ കഴിയണം. നമ്മളുടെ അയിമ്മത്തുകളൊക്കെ ഈ റജബിൻ്റെ മഹത്വത്തെ ധാരാളം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തുമ്പോഴും ഒരു കൂട്ടരാൾക്കാർ ഒരു ഭാഗത്തിരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുല്യാക്കന്മാരുടെ ജോലി റജബിലെത്തുമ്പോൾ വ്ളോഗായിട്ട് ഇറങ്ങലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഒന്ന് കേട്ടു നോക്ക്. റജബ് പറന്നു, റജബ് മാസം വന്നപ്പോഴേക്ക് മൂല്യന്മാര് വ്ളോഗായിട്ട് ഇറങ്ങി. റജബ് വന്നിരിക്കുന്നു, ഇതാ നീ ചൊല്ലേണ്ട ദിക്ർ. റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകം നോമ്പില്ല. എപ്പോഴും നമ്മുടെ മുല്യാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാരൊക്കെ ദീൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, യഥാർത്ഥ തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതൊന്നും യഥാർത്ഥമായ പ്രമാണങ്ങളിലല്ല എന്ന് ഒരു വിഭാഗം ആളുകൾ ഒരു ഭാഗത്ത് കിടന്ന് പറയുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ സാധുക്കളായ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. റജബ് 27-ൻ്റെ നോമ്പ്, അതായത് മിഅ്റാജിൻ്റെ നോമ്പ് നിങ്ങൾ നോറ്റാൽ 60 മാസം നോമ്പ് നോറ്റ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേട്ടു നോക്ക്. ചോദിക്കുകയാണ്, മിഅ്റാജ് എന്ന നോമ്പുണ്ടോ? നമ്മളോട് ആരാ പറഞ്ഞെന്ന്? യാ റബ്ബി. ഇമാം ജമൽ റളിയല്ലാഹു അൻഹു, അതറിയണം. ഹുസൈൻ സലഫിക്ക് അതറിയാതെ പോയി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സാധുക്കളായ നിങ്ങളത് പഠിക്കണം. ഷാഫി ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട മഹാപണ്ഡിതനാണ് ഇമാം ജമൽ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറഞ്ഞ വാക്കാണ് വയുസന്നു അയ്ലൻ സൗമു യൗമിൽ മിഅ്റാജ്. ഈ മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താക്കപ്പെട്ടെന്ന് പഠിപ്പിച്ചത് ഇമാം ജമൽ റളിയല്ലാഹു അൻഹു. പഠിക്കണം, ഇതൊക്കെ കണ്ടെങ്കിലും പഠിക്കണം. എന്നിട്ട് സമുദായത്തിനോട് യഥാർത്ഥമായ വസ്തുത പറഞ്ഞു കൊടുക്കണം. സാധുക്കളായ നിങ്ങൾ ആരും ഇതിൻ്റെ അകത്ത് പെട്ടുപോകരുത്. നമ്മൾക്ക് മുത്തുനബിയെ സ്നേഹിക്കണം. മിഅ്റാജിൻ്റെയും ഇസ്റായിൻ്റെയും ആ രാപ്രയാണ കഥകളെക്കുറിച്ച് പഠിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. സുന്ദരമായ ഈ റജബ് മാസത്തിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയണം. ഈ മിഅ്റാജ് ദിനം റജബ് 27 വലിയ പവിത്രമായ ദിവസമാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുത്തെ ഇഹ്യയിലൂടെ. ഇനി എത്രയെത്ര തെളിവുകൾ വേണം? ഈ റജബ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അടിമകളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം ബിദ്അത്തിൻ്റെ ആശയങ്ങളിൽ നിന്നെല്ലാം മാറി യഥാർത്ഥമായ വസ്തുത മനസ്സിലാക്കി ഈ റജബിനെ സുന്ദരമാക്കി നമ്മൾക്ക് കൊണ്ടുപോകാം. നാളെ റജബ് നമ്മൾക്ക് സാക്ഷിയാകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.